ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ കേസുകളിൽ പോലീസ് സംഘം ബംഗ്ലാദേശിലേക്ക് അറസ്റ്റിലായവരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ കണ്ടെത്താൻ പിടിയിലായവരുടെ ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിലെത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കിരൺ കുമാർ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, എങ്ങോട്ടൊക്കെ ഇതിന്റെ അന്വേഷണം നീങ്ങാനാണ് പോകുന്നത്? വീണ, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം എറണാകുളം റൂറലിൽ നിന്ന് ഏകദേശം 10ഓളം പേരെയാണ് ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ പോലീസ് സംഘം പിടികൂടിയത്. ഇവരെ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ബംഗ്ലാദേശിലെ ഇവരുടെ ഗ്രാമങ്ങളിലെത്തി ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്ത സമയത്ത് NIA-യും ഒപ്പം തന്നെ ATS-ഉം അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഇവരെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിൽ നിന്ന് ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ പശ്ചാത്തലം ഇതുവരെ കൃത്യമായി ഒന്നും തന്നെ ഈ അന്വേഷണ സംഘങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലടക്കം ഇവർ ഉൾപ്പെട്ടിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെത്തി ഇവരുടെ ഗ്രാമങ്ങളിൽ പോലീസുമായി ചേർന്ന് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നീക്കമുണ്ടായിരിക്കുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ഒപ്പം തന്നെ ഇവരെങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് കടന്നു കയറിയത് എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നേരത്തെ പിടിയിലായിട്ടുള്ള തസ്ലീമ അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇവർ ആദ്യം ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഈ സമയത്ത് ഇവർ ഭാരതത്തിലേക്ക് കടന്നതിന് ശേഷം ഇവരുടെ ആധാർ കാർഡ് അടക്കമുള്ളവ ഉണ്ടാക്കി നൽകിയിട്ടുള്ളത് ഈ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം, ഇവരെയും കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഏതായാലും ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ബംഗ്ലാദേശിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങുന്നത്. ഓക്കെ, ശരി കിരൺ.